നമ്മുടെ വിരുന്നുകാരെല്ലാം ചേച്ചിന്റെ വീട്ടിലേക്ക് പോയതാട്ടോ. അപ്പൊ ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞങ്ങളും കൂടി അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ പോണത്. കൂടെ ദേ അമ്മയുണ്ട്, തനിക്കുട്ടിയുണ്ട്. തനിക്കുട്ടിക്കാണെങ്കിലോ പനിയാണ്. അതാണ് അവളുടെ മുഖം അങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട്, കളിയില്ല ചിരിയില്ല, ആകെ ഒരുമാതിരി ആയിട്ടുണ്ട് അവള്. എല്ലാരും കൂടി ആകുമ്പോ ഇങ്ങനെ വർത്തനൊക്കെ പറഞ്ഞിരിക്കുന്നത് നല്ല രസമാണ്. ഒറ്റയ്ക്കാകുമ്പോ എന്തോ മാരിയാ. ഞങ്ങൾ അങ്ങനെ ചേച്ചിന്റെ അവിടെ എത്തിയിട്ടോ. തനിക്കുട്ടി ഇതേ അവളുടെ ബേബിനെ എടുത്തിട്ടാ വന്നത്. ബേബിക്കാണെങ്കിലോ ഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. ആ ബേബിനെ കണ്ടപ്പോ ഞങ്ങളെല്ലാരും മാറി മാറി ചിരിക്കണാട്ടെ ഈ കാണുന്നത്. അങ്ങനെ അതേ ചേച്ചിന്റെ അടുത്ത് എത്തി. എല്ലാരും തുടങ്ങി വർത്താനം. ഞാൻ നേരെ അടുക്കളയ്ക്കാട്ടോ കയറി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ആയപ്പോൾ ചായക്ക് കണ്ടിട്ടാട്ടോ ദോശ ഉണ്ടാക്കുന്നത്. രാവിലത്തെ മാവിന്റെ ബാക്കിയായിരുന്നു ഇത്. എന്നാ പിന്നെ ചായയും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ച് ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ദോശ ചൂടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് കേട്ടോ എന്റെ ദോശ. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ അസൂയൊക്കെ തോന്നുന്നുണ്ട്. അമ്മയും വല്യമ്മയും പിന്നെ ഫോണിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഹായ് പറയുന്നുണ്ട്, വല്യമ്മ എന്തേ ഫോണിലേക്ക് നോക്കിയിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. സംഖ്യക്ക് ഇവിടെ എന്താ പരിപാടി എന്നറിയോ? ഒരു പ്ലേറ്റിൽ ദോശ എടുത്തിട്ട് എല്ലാവരെയും ഊട്ടിയും കൊണ്ട് നിൽക്കുക. അതിൽ ചിലയെണ്ണം തിന്നും, ചിലത് കഴിക്കൂല. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും തനിക്കുട്ടിക്ക് എന്താ പണിയെന്നറിയോ? അവളുടെ ബേബിനൊക്കെ കിടത്തി ഉറക്കുക. ഇവരൊക്കെ ഉറക്കിയിട്ട് വേണം അവൾക്ക് കിടന്നുറങ്ങാൻ.